മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യമാണെങ്കിലും കേരളത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന കാര്യം കൂടിയാണെന്ന് മുസ്ലിം ലീഗ് നേതാവും വള്ളിക്കുന്ന് നിയുക്ത MLA-യുമായ TV ഇബ്രാഹിം പറഞ്ഞു. മുഖ്യമന്ത്രി ചർച്ചയിൽ ജനഹിതം മാനിക്കണം. ജനഹിതം അട്ടിമറിക്കുന്ന തീരുമാനം കോൺഗ്രസ് ഹൈക്കമാൻഡ് കൈക്കൊള്ളില്ലെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തീരുമാനം വൈകിയത് പ്രവർത്തകർക്കും പൊതുജനങ്ങൾക്കും മുഷിപ്പുണ്ടാക്കിയിട്ടുണ്ടെന്നും TV ഇബ്രാഹിം മീഡിയ വണ്ണിനോട് പറഞ്ഞു. വള്ളിക്കുന്ന് MLA TV ഇബ്രാഹിം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഈ മുഖ്യമന്ത്രി ചർച്ച നീണ്ടുപോവുകയാണ്. ഒരാഴ്ച കഴിഞ്ഞ് ഫലം വന്നിട്ട് ഇതുവരെ മുഖ്യമന്ത്രി തീരുമാനിക്കാനായിട്ടില്ല. ഇത് ഈ പ്രവർത്തകർക്കിടയിൽ വലിയ ഒരു മുഷിപ്പുണ്ടാക്കുന്നുണ്ടോ? മുഷിപ്പുണ്ടാക്കുന്നുണ്ട് എന്നുള്ള ഞാൻ പറയണ്ടല്ലോ. കേരളത്തിലെ ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് കൃത്യമായിട്ട് വായിച്ചെടുക്കാൻ കഴിയും. എവിടെ ഇറങ്ങിയാലും ആളുകൾ ചോദിക്കുന്നത് തീരുമാനമായോ എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ജനങ്ങളുടെ ഒരു പൊതുവികാരമാണ്. പ്രത്യേകിച്ച് UDF-ൻ്റെ പ്രവർത്തകന്മാരെ സത്യത്തിൽ അങ്ങേയറ്റം വേദനിപ്പിച്ചുകൊണ്ടാണ് ഈ സാഹചര്യങ്ങൾ മണിക്കൂറുകളും ദിവസങ്ങളുമായി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നുള്ളൊരു വേദനയുടെ ഭാഗമായിട്ട് തന്നെ ആളുകൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. UDF-ൻ്റെ പ്രവർത്തകന്മാർ ഞങ്ങൾ വിചാരിക്കുന്ന ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിൽ തോറ്റമ്പിയെങ്കിലും ഇടതുപക്ഷക്കാർ ചിരിക്കുന്നുണ്ടാവും ഈ ഒരു അവസ്ഥ കണ്ടിട്ട്. 4-ാം തീയതി തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്ന് ഇന്ന് 12-ാം തീയതിയാണ്. ഇത്രയും ദിവസമായിട്ട് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ കഴിയാത്തത് UDF-ൻ്റെ ഏറ്റവും വലിയൊരു പോരായ്മ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ലീഗ് ഇടപെടേണ്ട എന്ന് പറഞ്ഞ മാത്യു കുഴൽനാടൻ പോലും പ്രവർത്തകർക്കിടയിൽ നിന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധം നേരിട്ടു. അല്ല, ലീഗ് ഇടപെടേണ്ടതില്ല എന്നുള്ളതല്ല സത്യത്തിൽ മാത്യു കുഴൽനാടൻ പറഞ്ഞത്. കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യമാണ് എന്നുള്ള രീതിയിലാണ് മാത്യു പറഞ്ഞത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അദ്ദേഹം പറഞ്ഞതിൻ്റെ ഒരു ഭാഗം മാത്രം അടർത്തിയെടുത്തിട്ടാണ് ലീഗ് ഇടപെടേണ്ടതില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായും ആ ഒരു വാചകം മാത്രം എടുക്കുമ്പോൾ മുസ്ലിം ലീഗുകാർക്ക് പൊതുവായിട്ടുള്ള വികാരം ഉണ്ടാവില്ല. അങ്ങനെ അവർ പ്രകടിപ്പിച്ചതാണ്. പ്രവർത്തകർക്കിടയിൽ നിന്ന് മുഖ്യമന്ത്രി ആരെന്നുള്ളത് ചോദിക്കുന്നുണ്ട് പ്രവർത്തകർ. അതുപോലെ MLA നേരിടുന്നുണ്ടോ? എന്നോട് സ്വാഭാവികമായും ആളുകൾ ചോദിക്കുന്നുണ്ട്. ആളുകളുടെ മുമ്പിൽ പൊതുജനത്തെ മുമ്പാകെ ഇതിൻ്റെ ഈ പാർട്ടി പൊളിറ്റിക്സ് ഒന്നും അത്ര അവർക്ക് ബോധ്യമല്ലല്ലോ. അപ്പോൾ ഞാൻ UDF-ൻ്റെ ഒരു MLA എന്നുള്ള നിലയ്ക്ക് എന്നോടും ചോദിക്കുന്നുണ്ട് ആ ചോദ്യം. ഇത് കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യമാണ് എന്ന് പറയാം. എന്നാൽ കേരളത്തിൻ്റെ എല്ലാവരുടെയും ഒരു പൊതുകാര്യമാണ് താനും. തീരുമാനമെടുക്കേണ്ടത് കോൺഗ്രസ് പാർട്ടിയാണ്. കോൺഗ്രസ് പാർട്ടി ഇതിനേക്കാളും വലിയ രാഷ്ട്രീയ സങ്കീർണതകളെ എല്ലാം കുരുക്കഴിച്ചു വിട്ട നേതൃപാടവം കോൺഗ്രസ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി വരുന്നൊരു സന്ദർഭം പോലും ഏറ്റവും മനോഹരമായി കോൺഗ്രസ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതും കോൺഗ്രസ് മനോഹരമായി കൈകാര്യം ചെയ്യും. പക്ഷേ ടു ലൈറ്റ്, അതാണ് പ്രശ്നം. ജനവികാരം മാനിക്കണമെന്നുള്ള അഭിപ്രായം നേരത്തെ സാധിക്കൽ തങ്ങളൊക്കെ പറഞ്ഞതാണ്. ഞങ്ങൾക്കിടെ ഇപ്പോൾ VD സതീശൻ എന്നൊരു പേരാണ്, അല്ലെങ്കിൽ VD സതീശനെ മുഖ്യമന്ത്രി ആക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആവശ്യപ്പെട്ടുകൊണ്ട് ജനങ്ങൾ തെരുവിലിറങ്ങുന്ന കാഴ്ച പോലും കണ്ടു. അത് തന്നെയാണോ ജനവികാരം? അത് ജനങ്ങൾക്കറിയാം, നാട്ടുകാർക്കറിയാം, നിങ്ങൾക്കും എനിക്കൊക്കെ എല്ലാവർക്കും അറിയാം എന്താണ് ജനവികാരം എന്നുള്ളത്. ആ ജനവികാരം അനുസരിച്ച് ജനഹിതത്തെ മാനിക്കണം. ഈ മാൻഡേറ്റ് എന്ന് പറയുന്നത് എന്താണ് എന്നുള്ള UDF-ൻ്റെ നേതാക്കന്മാർക്ക് അറിയാം. അത് ആ മാൻഡേറ്റ് മോഷ്ടിക്കപ്പെടരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. മോഷ്ടിക്കപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടാവില്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഉണ്ടായാലെന്നല്ലേ നമ്മൾ വെറുതെ ഒരു സാങ്കല്പിക ചോദ്യം ചോദിച്ച് മുന്നോട്ട് പോകേണ്ട കാര്യമില്ല. ലീഗ് സഹകരണം ഉണ്ടാവും. ലീഗിൻ്റെ ഔദ്യോഗികമായ അഭിപ്രായം ആധികാരികമായി പറയാൻ ഞാൻ ആളല്ല. അത് പണക്കാട് ചെയ്ത് സാദിഖലി ശിഹാബ് തങ്ങളാണ് അത് പറയേണ്ടത്. എന്തായാലും മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിൽ കാലതാമസം വന്നു എന്നുള്ളത് സമ്മതിക്കുകയാണ് അദ്ദേഹം. അത് ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള മുഷിപ്പുണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് UDF പ്രവർത്തകർക്ക് വലിയ രീതിയിൽ ഈ വിജയം ആഘോഷിക്കാൻ പോലും പറ്റാത്ത തരത്തിൽ അവർക്കിടയിൽ ഒരു മുഷിപ്പുണ്ടാക്കി എന്നുള്ളത് തന്നെയാണ് MLA-യും പറയുന്നത്. ക്യാമറമാൻ ജിജീഷിനൊപ്പം സലാം മുഹമ്മദ്, മീഡിയ 1 കോഴിക്കോട്.